ഇല്ല, ഞാൻ പരാതി ഉണ്ടായില്ല. അപ്പോൾ പുള്ളി അതാണ് പറഞ്ഞത്, ഇതുവരെ പരാതി പറയാത്ത ഒരാൾ സിദ്ദിഖാണെന്ന് പറയും. ഞാൻ അങ്ങനെ കാണുമ്പോൾ ഒരു പരാതിയൊന്നും പറയാറില്ല, എപ്പോഴും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നല്ലാതെ എപ്പോഴും മോഹിച്ചിരുന്ന അതാണ്. അപ്പം ഞാൻ ആകെ പുള്ളിയോട് പറഞ്ഞിട്ടുള്ളത് ഇതാ, എനിക്ക് തരുമ്പോൾ ഒരു നല്ല റോള് തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം തന്നപ്പോൾ എപ്പോഴും നല്ല റോളുകൾ തന്നെയാണ് തന്നിട്ടുള്ളത്. പിന്നെ ഈ മരക്കാരൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞാൽ പ്രിൻസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ വിളിക്കും, റൂമിലേക്ക് വരാൻ പറയും. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പുള്ളി പഴയ ഓരോ കാര്യങ്ങൾ പറയും, ഓരോ കഥകളുണ്ടായി എങ്ങനെയാണെന്ന് പറയും. അതല്ലെങ്കിൽ ഇന്ന പടത്തിൽ ഇന്ന ഡയലോഗ് ഇന്ന് തുടങ്ങാൻ കാര്യം എന്താണെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ എനിക്കും സിനിമയുടെ പഴയ ചരിത്രങ്ങളൊക്കെ വായിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ പ്രിൻസ് സാർ പെട്ടെന്ന് ചോദിക്കും അതൊക്കെ എങ്ങനെ അറിയാം. അപ്പോൾ ഞാൻ പറയും എനിക്കിങ്ങനെയൊക്കെ വായിച്ചിട്ട് അറിയാം സാർ. അപ്പോൾ അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പുള്ളിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനൊരു ഹൃദയബന്ധം ശരിക്കും ഉണ്ടായിട്ടുണ്ട്. അതിപ്പം ഒരുപാട് ഡയറക്ടേഴ്സുമായിട്ട് അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ അഭിനയിച്ചാൽ പോലും എല്ലാ ഡയറക്ടേഴ്സുമായിട്ട് അത് വരണം എന്നില്ല. ഇപ്പം എനിക്കത് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു ഹൃദയബന്ധം ഉണ്ടെന്ന് പറയാവുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് സത്യൻ അന്തിക്കാട്, ഒന്ന് പ്രിയദർശൻ, ഒന്ന് ബി ഉണ്ണികൃഷ്ണൻ, ഒന്ന് വിജി തമ്പി, രഞ്ജിത്ത്. അങ്ങനെ അവരൊക്കെ ഇപ്പോൾ അവർ സംവിധാനം ചെയ്യുന്ന ഒരു പടത്തിൽ ഞാൻ ഇല്ലെങ്കിൽ പോലും അതിൻ്റെ കഥ അവരെന്നോട് പറയുകയും ഞങ്ങൾ തമ്മിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒരു ഡയറക്ടർ ആക്ടർ എന്നുള്ള ബന്ധത്തിനേക്കാൾ ഉപരി അവരുമായിട്ടൊരു നമ്മുടെ പേഴ്സണൽ സന്തോഷങ്ങളും വിഷമങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റിയ, അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ നമ്മളുടെ ഒരു സന്തോഷം വിഷമമായിട്ട് എടുക്കുന്ന ആളുകളോട് നമ്മളത് പറയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷമം